എൻ്റെ പേര് ഹരിഗോവിന്ദ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുസൃതിയായ ഒരു കുട്ടിക്കുരങ്ങൻ്റെ കഥയാണ്. കുട്ടിക്കുരങ്ങൻ്റെ താമസം ഒരു നദീതീരത്തുള്ള അത്തിമരത്തിലാണ്. ആ നദീതീരത്ത് തന്നെയാണ് കുട്ടിക്കുരങ്ങൻ്റെ സുഹൃത്തായ വയസ്സൻ കൊക്കും താമസിച്ചിരുന്നത്. രണ്ടുപേരും അന്നന്നു കിട്ടിയ ഭക്ഷണം പങ്കുവെച്ചും കാട്ടുവിശേഷങ്ങൾ പറഞ്ഞും കഴിഞ്ഞു പോന്നു. ഒരു ദിവസം കുട്ടിക്കുരങ്ങൻ 2 വാഴപ്പഴങ്ങളുമായാണ് വന്നത്. അതിലൊരെണ്ണം കൊക്കിന് കൊടുത്തിട്ട് കുട്ടിക്കുരങ്ങൻ പറഞ്ഞു, ഇതൊന്ന് തിന്നു നോക്കൂ, ഏറ്റവും മധുരമുള്ള വാഴപ്പഴമാണ്. ഇത്രയും രുചിയുള്ള വാഴപ്പഴം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേയില്ല. വാഴപ്പഴമോ? നിനക്കെങ്ങനെ ഇത് കിട്ടി? അത്തിമരത്തിൽ വാഴപ്പഴം ഉണ്ടാകാറില്ലല്ലോ. സത്യം പറയൂ, നീ ഏതെങ്കിലും തോട്ടത്തിൽ കയറി മോഷ്ടിച്ചതാണോ? കൊക്ക് ഏറെ നിർബന്ധിച്ചപ്പോൾ കുട്ടിക്കുരങ്ങൻ സത്യം പറഞ്ഞു, ഞാനിത് ദൂരെയുള്ള ഒരു വാഴത്തോട്ടത്തിൽ നിന്നും പറിച്ചുകൊണ്ടുവന്നതാണ്. നാളെയും അവിടെ പോയി വാഴപ്പഴങ്ങൾ പറിച്ചുകൊണ്ട് വരണം. നീ അബദ്ധമൊന്നും കാണിക്കരുത്, അത് മനുഷ്യരുടെ തോട്ടമാണ്. അവര് തടഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല. അതുകൊണ്ട് ഇനിയും നീ അവിടേക്ക് പോകരുത്. കുട്ടിക്കുരങ്ങനെ കൊക്ക് പറഞ്ഞത് ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ അതനുസരിച്ചു. അടുത്ത ദിവസം കുട്ടിക്കുരങ്ങൻ ഒരു വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ചു പോയി. വാഴപ്പഴങ്ങൾ മോഷ്ടിക്കാൻ ചെന്ന 2 കുരങ്ങന്മാരെ മനുഷ്യർ വെടിവെച്ചു കൊന്നു. കൊക്കിന്റെ ഉപദേശം താൻ കേൾക്കാതെ പോയിരുന്നെങ്കിൽ തനിക്കും ഈ ഗതി വരുമായിരുന്നു. മൂത്തവരുടെ ഉപദേശം ആദ്യം കേൾക്കുമ്പോൾ നമുക്കത്ര രസിച്ചില്ലെങ്കിലും പിന്നീട് മനസ്സിലാകും അവരുടെ ഉപദേശത്തിൽ കാര്യമുണ്ടെന്ന്. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അപ്പൊ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ലൊരു അടിപൊളി കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹരിഗോവിന്ദ് സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.